അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദിൻ്റെ വീട്ടിൽ പഴയ രീതിയിലുള്ള സന്തോഷങ്ങൾ വീണ്ടും കളിയാടി തുടങ്ങി. സുൽഫത്തുമ്മക്ക് സമാധാനമായി. പടച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇക്ക ഇപ്പോഴും ഹോസ്പിറ്റലിൽ എങ്ങനെ? അല്ലാ, നീ ഏതായാലും കാത്തു. പിന്നെ എൻ്റെ നൂർമോളെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. പഠിച്ചോനെ, എനിക്ക് കനിഞ്ഞരുളിയ ഒരു മരുമകളാണ് അവള്. അതെ, അവളെല്ലാം കണ്ടുപിടിച്ചല്ലോ. തൻ്റെ ഭർത്താവിന് അവർ നൽകിയിരുന്നത് എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന, ശരീരം തളർത്തുന്ന രീതിയിലുള്ള മരുന്നാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്തൊക്കെ തന്നെയായാലും ഹോസ്പിറ്റലിനെതിരെ കേസെടുക്കൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ഒരു ക്രൂരത അവർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തുകൊണ്ടാണിത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളോട് മാത്രം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പിടിച്ചു വെച്ച്? എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട്. നൂർ ഫാത്തിമ പെട്ടെന്ന് അതാ ഉമ്മയുടെ അടുക്കിലേക്ക് വരുന്നു. ഉമ്മ, മോളെ, ശരിക്ക് പറയുകയാണെങ്കിൽ ആ ഒരു മെഡിസിനല്ലേ ഞാൻ ആ ഒരു ബോട്ടിൽ എടുത്തതുകൊണ്ട് നിനക്കതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞു. ശരിയാണമ്മ, അതിനു മുമ്പ് ഒരിക്കൽ ഞാൻ ചോദിച്ചിരുന്നല്ലോ, പക്ഷേ അതവർ ഓപ്പൺ ചെയ്തില്ല. അതിനെക്കുറിച്ച് അവരെന്നോട് ഓപ്പണായി ഒന്നും സംസാരിച്ചില്ല. ഞാൻ ചോദിച്ചിരുന്നു. ഒരു പക്ഷേ അവർക്ക് അറിയില്ലായിരിക്കും ഞാനൊരു നേഴ്സാണെന്നുള്ളത്. ഉമ്മ, എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല, പെട്ടെന്ന് നടപടിയെടുക്കണം, അല്ലാതെ ശരിയാവില്ല. നൂർ ഫാത്തിമയ്ക്ക് എല്ലാ ദേഷ്യവും മനസ്സിലുണ്ടായിരുന്നു. അതെ, തൻ്റെ പിന്നാലെ എപ്പോഴും ശല്യപ്പെടുത്തി നടക്കുന്ന മനാഫ്, അവൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും മൊത്തത്തിൽ ഒരു കളി കളിക്കുകയായിരുന്നു അവിടെ. എന്തായാലും പഠിച്ച റബ്ബേ, നീ രക്ഷിച്ചു. നാഫി ഉസ്താദ് അങ്ങനെ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഉപ്പാക്ക് അധികമൊന്നും ക്ഷതമേൽക്കാതെ ഇവിടെ എത്തിക്കിട്ടി. ഉപ്പ ഇപ്പോൾ പതുക്കെ അതാ പിടിച്ചെഴുന്നേൽക്ക് നടക്കുന്നുണ്ട്. ഉമ്മ പറയും, ഇക്ക ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ പറ്റ കിടപ്പിലായ ആളായിരുന്നോ? എടി, എന്നെ കിടപ്പിലാക്കിയതല്ലേ, അല്ലാതെ. ശരിയാണ്, എന്തായാലും അള്ളാഹു കാത്തു. അന്ന് നാഫി ഉസ്താദ് അതാ ഉമ്മയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. നാഫി ഉസ്താദ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എന്നാൽ ഞാൻ ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ ഉംറക്ക് പോവാണ് കേട്ടോ. പക്ഷേ ഉമ്മ, ഞാൻ ഒരാളെ കൂടി കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് സമാധാനമില്ല. എന്താ മോനെ? എന്തിന്? അല്ലേ, ഇവിടെ നിർത്തിയിട്ട് പോവാൻ. അതെന്താ മോനെ? ഞാനെന്താ, അവളെ നല്ല പൊന്നുപോലെയാണല്ലോ നോക്കിയിരുന്നത്. അവൾക്ക് ഒരു ആപത്തും വരാതെ ഞാൻ നോക്കിയല്ലോ. ഉമ്മ, ശരിയാണ്, ഉമ്മ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഉപ്പയുടെ കാര്യത്തിൽ ഉമ്മക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാകുമ്പോൾ നൂർ ഫാത്തിമയുടെ കാര്യത്തിൽ. മോനെ, നീ എന്തൊക്കെയാടാ പറയുന്നത്? അതെ ഉമ്മ, ഞാൻ അവളെയും കൂട്ടി ഉംറക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ അവളെ കൊണ്ടുവരാം. മോനെ, ഇനി ചിലപ്പോൾ പോയാൽ അറബിയും അവൾ വിടില്ലെങ്കിലോ? ഉമ്മ, ഇനിയും സമയമുണ്ടല്ലോ, ഇതൊരു 15 ദിവസത്തിനല്ലേ. ഈ ഒരു അവസ്ഥയിൽ പോകണോ മോനെ, അത്രയ്ക്കും ദൂരം താണ്ടി? ഉമ്മ, അതൊന്നും കുഴപ്പമുണ്ടാവില്ല, പഠിച്ച റബ്ബുണ്ടല്ലോ കൂടെ. നൂർ ഫാത്തിമ, അവൾ എൻ്റെ കൂടെ ജീവിക്കട്ടെ എപ്പോഴും. അവൾക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അവൾ എന്നോട് ഇതുവരെ ഓപ്പണായി പറഞ്ഞിട്ടില്ല. എന്താ മോനെ, അവൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത്? ഉമ്മ, അത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളുടെ മനസ്സിലുണ്ട്. അവളത് എന്തൊക്കെയോ ഭയന്ന് പറയാതിരിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും എൻ്റെ നൂർ ഫാത്തിമ അങ്ങനെയൊന്നും എന്നോട് ചെയ്യില്ല. ആരൊക്കെയോ എവിടെയൊക്കെയോ ഭയക്കുന്നുണ്ട്, അതവളുടെ മനസ്സിൽ നന്നായുണ്ട്. അവളെപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ നാഫിക്കക്ക് എന്തേ പറ്റുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തത് എന്നൊക്കെ. പിന്നെ അതുമല്ല, അവിടെ ഒരു കാര്യം പറഞ്ഞു. ഉമ്മ, അറബ് രാജ്യത്തെത്തിയിട്ട് ഞാൻ എല്ലാം തുറന്നു പറയാം. ഇവിടുന്ന് ഞാൻ പറയൂല നാഫിക്ക, എനിക്ക് പേടിയാണ് ഈ സ്ഥലം എന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാ ഈ പ്രാവശ്യം അവളെയും കൂട്ടി ഞാൻ പോകട്ടെ. മോനെ, ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ലുമ്മ, അത് നിർബന്ധമാണ് അവളെ കൂട്ടിപ്പോകൽ.
ഇനി ഇൻഷാ അല്ലാ ഞങ്ങൾ തിരിച്ചു വരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്, ഒരു പരാതി കൊടുക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. മോനെ, ശരിയാണ്, അതിനുള്ള നടപടി അതെടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അവർ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതൊന്നും നമുക്ക് വ്യക്തമല്ലല്ലോ. ആ ഹോസ്പിറ്റലിൽ 3 പേർക്കാണ് പാർട്ട്ണർഷിപ്പ് ഉള്ളത്. പക്ഷേ അതിലൊരു ടീം നല്ലൊരു കളി കളിക്കുന്നുണ്ട്, മറ്റേ ടീം അത് അറിയുന്നുണ്ടാവില്ല. എന്താണെന്നറിയില്ല. നമ്മളെ കെണിവെച്ചത് അതിൽപ്പെട്ട ഒരു ടീമാണ്. അത് എന്തിനാണെന്നോ ഒന്നും വ്യക്തമല്ല. മോനെ, എന്തായാലും നീ ഉംറ കഴിഞ്ഞ് വാ, അവിടെ പോയി നല്ല രീതിയിൽ ദുആ ചെയ്യേ, എന്നിട്ടാക്കാം നമുക്ക് പരാതിയും പരിഭവങ്ങളൊക്കെ പറയൽ. എന്തായാലും നമ്മൾ ഉപ്പ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയല്ലോ, അതിനോട് നമുക്ക് പടച്ച റബ്ബിനോട് സ്തുതി പറയാം. അതുമാത്രമല്ല, നമുക്ക് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എല്ലാം ക്ഷമിക്കാം. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നല്ലേ. ഉമ്മ, നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇതല്പം കടന്ന കളിയായിപ്പോയി. അത് നമ്മുടെ ഉപ്പാക്ക് മാത്രമല്ല പ്രശ്നം ഇവിടെ ഉള്ളത്, ഒരാൾക്ക് കൂടിയുണ്ട്. ആർക്ക് മോനെ? അതെ, നൂർ ഫാത്തിമക്ക്. അവൾക്കും വലിയൊരു പ്രശ്നം അവൾ നേരിടുന്നുണ്ട്. എല്ലാത്തിനും പരിഹാരമായി നമ്മൾ ഇറങ്ങി തിരിച്ചേ മതിയാവുകയുള്ളൂ. അവർക്കും വേണ്ടേ നീതി കിട്ടണമല്ലോ. ഒരു മനുഷ്യന്മാരെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കും. അതെ, നമ്മുടെ ഉപ്പയെ അത്രക്കും കഷ്ടപ്പെടുത്തിയ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാഞ്ഞാൽ പിന്നെന്തിനാ ഉമ്മ ഞാൻ മോനെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത്? മോനെ, എനിക്ക് പേടിയാണെടാ. കേസും കൂട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എൻ്റെ കുട്ടിക്കും എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. ഉമ്മ, നിങ്ങൾ പേടിക്കണ്ട, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും ഇൻഷാ അല്ലാ. എന്തായാലും ഉംറ കഴിഞ്ഞ് വരട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ മുമ്പിൽ ഞാൻ ഈ പരാതികളെല്ലാം കൊണ്ടുപോയി ബോധിപ്പിച്ചാൽ അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും, വരേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉംറ സമയത്തൊക്കെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാ ഞാൻ ഏറ്റ കർമ്മം ഇതങ്ങ് നിർവഹിച്ച് വരാം. കൂടെ കൊണ്ടുപോവാണ് കേട്ടോ നൂർ ഫാത്തിമയെ. ഉമ്മ പറഞ്ഞു, മോനെ, അവളെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ മോൻ തിരിച്ചു കൊണ്ടുവരണം കേട്ടോ. അറബി ഉമ്മയുടെ അടുക്ക് പിന്നെ പോകാം. ലാസ്റ്റൊക്കെ ആകുമ്പോഴേ നാഫി ഉസ്താദിൻ്റെ കൂടെ നൂർ ഫാത്തിമ ഉംറയ്ക്ക് വരുന്നുണ്ട് എന്ന കാര്യം അതാ അറബി ഉമ്മ അറിയുന്നേയില്ല. അവൾ ഗർഭിണിയല്ലേ, ഇനിയിപ്പോൾ ഉംറയ്ക്ക് വരാനൊന്നും കഴിയില്ല. എന്തായാലും 2 മാസം കൂടി കഴിഞ്ഞാൽ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരേണ്ട സമയമായി ഇൻഷാ അല്ലാ. അപ്പോൾ കേരളത്തിൽ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരണം. അതൊക്കെയാണ് അറബി ഉമ്മ ആഗ്രഹിക്കുന്നത്. നാഫി ഉസ്താദിനാണെങ്കിൽ നൂർ ഫാത്തിമയെ തനിച്ചാക്കി പോകാനേ താല്പര്യമില്ല. എപ്പോഴും കൂടെ അവൾ വേണം. തന്നോട് ഉപ്പ പറഞ്ഞ രഹസ്യം അതെപ്പോഴും ഉസ്താദ് ഓർക്കുന്നു. മോനെ, നീ ഒരിക്കലും കഷ്ടപ്പെടുത്തരുത് നൂർ ഫാത്തിമയെ. അവളെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഉപ്പ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഉസ്താദ് ഓർത്തു. പടച്ചോനെ, എൻ്റെ ഉപ്പയുടെ വാക്ക് തെറ്റിച്ച് എൻ്റെ നൂർ ഫാത്തിമയെ ഞാൻ വേദനിപ്പിച്ചോ എന്നൊരു തോന്നൽ അതാർക്കായാലും സങ്കടം വരുന്നതാണല്ലോ. പക്ഷെ അവൾ ഒന്നും അങ്ങനെ ചെയ്യില്ല എനിക്കറിയാം. എങ്കിലും ഒരാണിൻ്റെ ശബ്ദത്തിൽ അവളുടെ ഫോണിലേക്ക് വന്ന അതൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും ക്ഷമിക്കാൻ കഴിയാത്തതാണത്. ഉപ്പ പറഞ്ഞിരുന്നു, അവളെ നല്ല രീതിയിൽ സ്നേഹിക്കണം, സംരക്ഷിക്കണം. അവൾ നമ്മുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് വന്ന കുട്ടിയാണ് എന്നൊക്കെ. അല്ലാ, നീ പുറത്തു തരണം. കുറച്ച് ദിവസം അവൾ ഞാൻ വല്ലാതെ വിഷമിപ്പിച്ചു. ശരിയാണ്, സങ്കടം കൊണ്ടാണ്. എനിക്കൊന്നും പറയാൻ പറ്റാത്തതായി ഒരവസ്ഥയായിരുന്നു അപ്പോൾ. ആ സമയത്ത് മനസ്സിൻ്റെ വേദന കൊണ്ടും സങ്കടം കൊണ്ടും അവളുടെ നേരെ എൻ്റെ ദേഷ്യപ്പെട്ട മുഖമായിരിക്കും അവൾ കണ്ടിട്ടുണ്ടാവുക. അവൾക്ക് ഞാനല്ലേ ഉള്ളൂ, ഞാനല്ലേ അവൾക്ക് എപ്പോഴും താങ്ങായും തണലായും നിൽക്കേണ്ടത്. പഠിച്ചോനെ, നീ പുറത്തു കൊണ്ടാ. എൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്നാണ് അവൾ നിൽക്കുന്നത്. ഒരിക്കലും അവളെ ഞാൻ ഈ ഒരു അവസരത്തിൽ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. പഠിച്ചോനെ, കരുതി കൂട്ടിക്കൊണ്ടല്ല. അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ അത് ഏതൊരു പുരുഷനും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും.
അതുകൊണ്ടാണ് പഠിച്ചോനെ അവളോട് ഞാൻ ദേഷ്യം പ്രകടിപ്പിച്ചത്. അന്ന് ഉസ്താദ് പള്ളിയിൽ പോയ സമയം നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് അതൊരു മെസ്സേജ് വരുന്നു. രക്ഷപ്പെട്ടു എന്ന് അങ്ങനെ അങ്ങ് കരുതണ്ട. ഒരിക്കലും ഞാൻ നിന്നെ വിടില്ല. നീ എവിടെ പോയാലും എവിടെ പോയി മറഞ്ഞാലും നിന്നെ കണ്ടുപിടിച്ച് ഞാൻ സ്വന്തമാക്കും. അതിലൊരു മാറ്റവുമില്ല. എങ്ങനെ തന്നെ രക്ഷപ്പെട്ടാലും ഹേയ് നീ മനാഫിൻ്റേത് മാത്രമായിരിക്കും. ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ നൂർ ഫാത്തിമയുടെ കൈകാലുകൾ തളർന്നു. പടച്ച റബ്ബേ, ഇനിയും എന്നെ വിടുന്ന മട്ടില്ല. എൻ്റെ പേടി സ്വപ്നമാണ് അയാൾ. ഒരിക്കലും ഹേയ് അയാളുടെ മുഖം പോലും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്തിനാണ് അയാൾക്ക് എന്നെ? അന്ന് ഉസ്താദ് പള്ളിയിൽ വന്ന് നൂർ ഫാത്തിമയോട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂർ മോളെ, ഞാൻ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞില്ലേ, എന്നോട് നീ ക്ഷമിക്കണം കേട്ടോ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞതാണ്. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അത് പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം ഭാര്യയെ മറ്റൊരാൾ സ്നേഹിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും പറയാമെന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ആളുകൾക്ക് സഹിക്കുമോ? അതുപോലെ തന്നെയല്ലേ ഞാനും. അതുകൊണ്ട് ആണ് ഞാൻ അന്ന് നിന്നോട് ദേഷ്യപ്പെട്ടത്. ആരാണ് നിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നൂർ ഫാത്തിമ, ഞാനവനെ വെറുതെ വിടില്ല. ഇക്ക വേണ്ട, അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. ഇനി എൻ്റെ നാഫിക്ക അതൊന്നും ഓർക്കണ്ട. ഹേയ് അതൊക്കെ കഴിഞ്ഞു പോയി. നൂർ ഫാത്തിമയുടെ മനസ്സിൽ അപ്പോഴും നല്ല ഭയമുണ്ടായിരുന്നു. അല്ല നൂർ ഫാത്തിമ, നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? പോകുമ്പോഴൊക്കെ നല്ല പ്രകാശത്തിലിങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയായിരുന്നല്ലോ, എന്തു പറ്റി? നൂർ ഫാത്തിമയുടെ മനസ്സിൽ അവൻ അയച്ച ആ മെസ്സേജായിരുന്നു. അതെ, മനാഫ് അയച്ച ആ മെസ്സേജ്. നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും എന്നുള്ളത്. അവൾക്കാകെ ആവലാതിയായി. പടച്ചോനെ, ഞങ്ങൾ ഉംറക്ക് പോകുമ്പോൾ ഞങ്ങളുടെ പിന്നാലെ എങ്ങാനും വരുമോ? അത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കും. അതാണ് അയാൾ. നൂർ ഫാത്തിമയ്ക്ക് സമാധാനത വീണ്ടും നഷ്ടപ്പെടുന്നു. നൂർ മോളെ, നിൻ്റെ മുഖം വല്ലാതെ വാടിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. നീ എന്നോടാണെങ്കിൽ ഒന്നും തുറന്നു പറഞ്ഞതുമില്ല. അതോ ഈ ഗർഭാവസ്ഥയുടേതാണോ? എങ്ങനെയൊക്കെ ഉണ്ടാവോ എനിക്കറിയില്ല. നൂർ ഫാത്തിമ, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ? ഡോക്ടറെ ഒന്ന് കാണിച്ചാലോ? ഗൈനക്കോളജിസ്റ്റിനെ. നിനക്ക് എന്താണ് പ്രശ്നം അതും ഒന്ന് അറിയാലോ? വേണ്ട, എന്തിനിക്ക? അവർ പിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറയും. ഓരോന്നിങ്ങനെ ചെയ്യും, ഓരോന്ന് ചോദിക്കും. അതൊന്നും വേണ്ട, എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. ഇല്ല നൂർമോളെ, നിൻ്റെ മുഖത്ത്, നിൻ്റെ മനസ്സ് നിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. നിൻ്റെ വിടർന്ന മനോഹരമായ പുഞ്ചിരിയുള്ള ആ മുഖവും ഇപ്പോഴത്തെ മുഖവും നല്ല വ്യത്യാസമുണ്ട്. നിൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. ഒന്നുമില്ല നാഫിക്ക. അവൾ നാഫി ഉസ്താദിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നു. നൂർ ഫാത്തിമ, എന്നാൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലോ? ഉംറക്കൊക്കെ പോകുമ്പോഴേ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോവണ്ടേ? അത് മാത്രമല്ല, മദീനയിലെ മണവാളൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല പുതിയ പർദ്ദയൊക്കെ ധരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൺമണി പോവണ്ടേ നമുക്ക്? അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ മനസ്സ് നിറഞ്ഞു. അവൾ സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു. അവളുടെ മനോഹരമായ കവിളിൽ ആ നുണക്കുഴികൾ വിരിഞ്ഞു. അത് കണ്ട് ഉസ്താദ് ചോദിച്ചു, എൻ്റെ ഹൂറി, എത്ര ഭംഗിയാണ് നിന്നെ കാണാൻ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നിൻ്റെ യഥാർത്ഥ ഭംഗി തിരിച്ചു വന്നത്. അത് കേട്ട് ഉസ്താദിൻ്റെ നൂർ ഫാത്തിമ അതാ നാണം കൊണ്ട് തല താഴ്ത്തി. ഉമ്മയോടും ഉപ്പയോടും സമ്മതം വാങ്ങിക്കൊണ്ട് അതാ നൂർ ഫാത്തിമയും ഉസ്താദും വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു പർദ്ദ ഷോപ്പിലേക്ക്. നൂർ ഫാത്തിമയ്ക്കുള്ള പർദ്ദയെല്ലാം അതാ സെലക്ട് ചെയ്യുന്നു. അതിൽ മനോഹരമായ ഒരു ഹിജാബ് എടുത്ത് നൂർ ഫാത്തിമയ്ക്ക് ഉസ്താദ് വെച്ച് കൊടുക്കുന്നു. നൂർ ഫാത്തിമ, ഹിജാബ് ഇടുമ്പോൾ നിന്നെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. ശരിക്കും. ആഹാ, ഇത് പുതിയ മോഡലാണല്ലോ. അതെ, ഇത് വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഞാനിതെടുത്തു. ശരിക്ക് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാണല്ലേ ഇത്. മറ്റത് കെട്ടുന്ന രൂപത്തിൽ ചെറുത് സ്റ്റിക്കർ ഉള്ളത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നാഫിക്ക, ഇത് നല്ല സുഖമാണ് കേട്ടോ. കുറച്ചൊക്കെ ടൈറ്റായി നിൽക്കുകയും ചെയ്യും. നല്ല സുഖമാണ് കേട്ടോ, ഉസ്താദ് പറഞ്ഞു. നോക്കട്ടെ. അവളുടെ ആ മനോഹരമായ മിഴികൾ ആ നിഖാബിനുള്ളിലൂടെ തെളിഞ്ഞിങ്ങനെ കണ്ടപ്പോൾ ഉസ്താദിന്
വല്ലാത്തൊരു സന്തോഷം തോന്നി. പഠിച്ചവനെ, മാഷാ അല്ലാ, ഇത്രക്കും സുന്ദരിയായൊരു പെണ്ണിനെ നീ എൻ്റെ കയ്യിൽ തന്നല്ലോ. എന്നിട്ട് ഞാൻ എന്താപ്പോൾ അവളോട് ചെയ്തത്? കുറച്ച് ദിവസം ആ ഒരു ദേഷ്യത്തോടെ എന്തിനാണ് ഞാൻ നടന്നത് എനിക്കറിയുന്നില്ല. എന്തായാലും പഠിച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും വർദ്ധിപ്പിക്ക് റഹ്മാനെ, ആമീൻ. ഉംറയ്ക്ക് പോകുമ്പോൾ ഇടാനുള്ള പർദ്ദയും പിന്നീട് മദീനയിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള പർദ്ദയും അതുപോലെ അതിലേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. അപ്പോഴാണ് നൂർ ഫാത്തിമ അത് ഓർത്തത്. പഠിച്ചോനെ, ഉമ്മാക്ക് വാങ്ങിയില്ലല്ലോ. അവൾ പെട്ടെന്ന് തന്നെ ഉമ്മാക്ക് നല്ലൊരു പർദ്ദ സെലക്ട് ചെയ്യുകയാണ്. അതോടൊപ്പം അവൾ മറ്റൊരു കാര്യം കൂടി ഓർത്തു. അതെ, എൻ്റെ അർബയുമ്മ എല്ലാം എനിക്ക് വാങ്ങുന്നതെല്ലാം വാരിക്കോരി തരുന്ന, എൻ്റെ വേർപാടിൽ ഒരുപാട് വേദനിച്ച എൻ്റെ അറബിയുമ്മക്ക് കേരളത്തിൽ നിന്ന് ഒന്നങ്ങനെയും ആവാലോ. അങ്ങനെ അതാ അറബി ഉമ്മാക്കും വേണ്ടി 2 പർദ്ദകൾ നൂർ ഫാത്തിമ എടുക്കുന്നു. അതിൽ ഉസ്താദ് പറഞ്ഞു, നൂർ മോളെ, അറബി ഉമ്മക്ക് നമ്മളെ നാട്ടിലെ ലോക്കൽ പർദ്ദയ്ക്ക് പറ്റുമോ? നാഫിക്ക, അതിനെന്താ, കുഴപ്പമില്ല. അറബി ഉമ്മക്ക് ആ രീതിയിലുള്ള അഹങ്കാരമൊന്നുമില്ല. അറബി ഉമ്മ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. നമ്മളെന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും. പിന്നെ നമ്മളിവിടുത്തെ സ്ത്രീകളെ പോലെയല്ല, ഒന്നുകൂടെ അറബി ഉമ്മ നല്ല ഹൈറ്റും വെയിറ്റുള്ള ടീംസാണ്. അല്ലെങ്കിലും അറബിച്ചികളൊക്കെ അങ്ങനെയാണല്ലോ, നല്ല തടിയും ഉണ്ടാവും, നല്ല വലുപ്പം ഉണ്ടാവും. അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കുമുള്ള ഡ്രസ്സും സെപ്പറേറ്റ് ആയിട്ട് ഉസ്താദ് എടുത്തു, അറബി ഉമ്മക്ക് വേറെയും. അങ്ങനെ അവരതാ വീട്ടിലേക്ക് വരുന്നു. സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് പുറത്തിറങ്ങാൻ തന്നെ വല്ലാത്ത ഭയമാണ്. അതെ, പോകുന്നതിനിടയിൽ അയാളെങ്ങാനും മുന്നിലേക്ക് ചാടുമോ, അല്ലെങ്കിൽ മുന്നിൽ പെടുമോ, ഞങ്ങളെ കാണുമോ എന്ന് അവൾ വല്ലാതെ ഭയക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു യാത്രയിൽ മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നാഫി ഉസ്താദും നൂർ ഫാത്തിമയും അതാ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഡ്രസ്സുകളെല്ലാം ഉമ്മാക്ക് കാണിച്ചു കൊടുത്തു, ഉപ്പാക്കുള്ളതും കൊടുത്തു, അറബി ഉമ്മക്കുള്ള പർദ്ദയും കാണിച്ചു കൊടുത്തു. അങ്ങനെ നൂർ ഫാത്തിമയും ഉസ്താദും അതാ മക്കയിലേക്ക് പോകുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. മോനെ, അറബി ഉമ്മയുടെ അടുക്കൽ നിങ്ങൾ പോകൂലേ പെട്ടെന്ന്? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാട്ടോ. ഉമ്മ, അതൊന്നും വേണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടാണ്ട. അല്ല മോനെ, കുറച്ച് അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങൾ കൊടുക്കണം മോനെ. നമ്മളിങ്ങോട്ട് വരുമ്പോൾ എത്രമാത്രം നമ്മൾക്ക് വേണ്ടി അവർ പലതും വാങ്ങി തന്നിട്ടും ഉണ്ടാക്കി തന്നിട്ടും അങ്ങനെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ടും കൊണ്ട് കൊടുക്കണ്ടേ. അറബി ഉമ്മക്ക് കേരള ഫുഡൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇനിയിപ്പോൾ ടൈം വൈകുമോ എന്നുള്ള ആ ഒരു പേടിയുണ്ട്. അങ്ങനെ അറബി ഉമ്മക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ഉമ്മ ഒരുങ്ങുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം മോനെ, നീ പോയിട്ട് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരണം കേട്ടോ. ഉമ്മ, ഇൻഷാ അല്ലാ, ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും 2-3 ദിവസമുണ്ട്, അത് കഴിഞ്ഞിട്ടല്ലേ. അറബി ഉമ്മയുടെ അടുക്കിലേക്ക് പോകുവാനുള്ള സന്തോഷത്തിൽ മതി പറന്ന് നൂർ ഫാത്തിമ. പക്ഷേ ഈ ഒരു സമയത്ത് അവർ മദീനയിലേക്ക് എത്തുന്ന കാര്യമൊന്നും അവർ പറഞ്ഞിട്ടേ ഇല്ല. അത് സർപ്രൈസ് ആക്കാമെന്ന് കരുതി. എന്നെ പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ അറബി ഉമ്മയുടെ സ്ഥിതി എന്തായിരിക്കും, അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ നൂർ ഫാത്തിമ ഓർക്കാണ്. എന്നാലും എൻ്റെ അറബി ഉമ്മ, നിങ്ങളെ എനിക്ക് ഇത്രയും പെട്ടെന്ന് കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ ഉംറയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അറബി ഉമ്മയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉമ്മ ഉണ്ടാക്കി. നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കൂടെ ഉംറയ്ക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം മനാഫ് അറിഞ്ഞിട്ടേ ഇല്ല. ഒരു പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ അവനും പിന്നാലെ കൂടും, അതുറപ്പുണ്ട്. ഉസ്താദ് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, ഞാൻ നൂർമോളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മോനെ, അവളെ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാവുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇല്ലപ്പ, ഒന്നും ഉണ്ടാവില്ല. എന്നാലേ എൻ്റെ മോനെ നല്ലോണം നോക്കണം കേട്ടോ. എവിടെ പോയാലും വേണ്ടില്ല, അവളെ കൈവിടരുത്. അവൾ നമുക്ക് അള്ളാഹു നൽകിയ ഒരു അമാനത്ത് സ്വത്താണത്, നമുക്ക് വേണ്ടി നൽകിയതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് സംരക്ഷിക്കണം, നമ്മൾ നല്ല കെയറിങ് കൊടുക്കണം. ഒരിക്കലും അവൾ വിഷമിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒന്നും ചെയ്യരുത്. എൻ്റെ മോനെ, ഞാൻ പറയുന്ന പോലെയൊക്കെ കേൾക്കണം കേട്ടോ. ഉപ്പ, ഇൻഷാ അല്ലാ. മോനെ, മുത്ത് ഹബീബിനോട് സലാം പറയണം.
ഉപ്പാക്കും വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഉപ്പ സാരല്ല, ഉപ്പയുടെ അസുഖമൊക്കെ മാറട്ടെ, ഒക്കെ മാറി നല്ല ഫ്രഷായി റെഡി ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാ പോകണം നമ്മുടെ മുത്ത ഹബീബിൻ്റെ ചാരത്തേക്ക്, അതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിലേക്ക്. ഇൻഷാ അല്ലാ ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ കാണാം. ഹജ്ജും ഉംറയും ചെയ്യാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഈ സ്റ്റോറി കേൾക്കുന്നവരൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും പഠിച്ചോനെ ഹജ്ജ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ക്യാഷൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉംറ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.